നമസ്കാരം. രാജ്യതന്ത്രജ്ഞനും കേന്ദ്രമന്ത്രിയുമായിരുന്ന മലയാളിയായ വി കെ കൃഷ്ണമേനോൻ്റെ മരണം 1974 ഒക്ടോബർ 6-നായിരുന്നു. കൃഷ്ണമേനോൻ്റെ ചിതാഭസ്മം കടലിൽ നിമജ്ജനം ചെയ്യാനായി കന്യാകുമാരിയിൽ എത്തിച്ചു. ചിതാഭസ്മം നിറച്ചുകൊണ്ടുവന്ന കലശം കോൺഗ്രസ് നേതാവും അച്യുതമേനോൻ മന്ത്രിസഭയിൽ കൃഷി മന്ത്രിയുമായിരുന്ന വക്കം പുരുഷോത്തമനാണ് കൈമാറിയത്. കടലിൽ കുനിഞ്ഞു നിന്ന് അദ്ദേഹം കുടം ഒഴുക്കുന്ന ഫോട്ടോകൾ അടുത്ത ദിവസത്തെ പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ചിത്രം കണ്ട് ആദ്യം ഞെട്ടിയത് ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരനായിരുന്നു. എല്ലാ പത്രങ്ങളിലും ഒരേ തരത്തിലുള്ള ഫോട്ടോ തന്നെ. അതിനും ഒരു കാരണമുണ്ടായിരുന്നു. ഫോട്ടോകളെല്ലാം പത്രങ്ങൾക്ക് വിതരണം ചെയ്തത് പബ്ലിക് റിലേഷൻസ് വകുപ്പായിരുന്നു. ഇതറിയാവുന്ന കെ കരുണാകരൻ PRDയുടെ അന്നത്തെ ഡയറക്ടറായിരുന്ന ജി വിവേകാനന്ദനെ പെട്ടെന്ന് ഫോണിൽ വിളിച്ചു. കരുണാകരൻ ചോദിച്ചു, ഇതെന്താ വിവേകാനന്ദ, ഒരു വിവേകവുമില്ലാത്ത ഫോട്ടോയാണല്ലോ പത്രങ്ങളിൽ അച്ചടിച്ചു വന്നിരിക്കുന്നത്. എന്തു പറ്റി സാർ എന്നായിരുന്നു വിവേകാനന്ദൻ്റെ ചോദ്യം. ചിതാഭസ്മം ഒഴുക്കുന്നതിൻ്റെ ഫോട്ടോ ഇത്തരത്തിലാണോ കൊടുക്കേണ്ടത്? കുടവും പിടിച്ച് വക്കം പുരുഷോത്തമൻ പൊട്ടിച്ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോയാണല്ലോ വന്നിരിക്കുന്നത്. ചിതാഭസ്മം ഒഴുക്കുന്നത് ചിരിച്ചുകൊണ്ടാണോ? കരുണാകരൻ തൻ്റെ അതൃപ്തി പ്രകടിപ്പിച്ചു. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം വിവേകാനന്ദൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: എനിക്ക് എന്തു ചെയ്യാൻ കഴിയും സാർ? മുഖത്ത് വിഷാദം ഭാവിച്ചാൽ പോലും വക്കം എപ്പോഴും ചിരിക്കുന്നതായേ തോന്നുകയുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ പല്ലിൻ്റെ പ്രത്യേകതയാണ്. ചിത്രകാരൻ കൂടിയായ കരുണാകരൻ അതിന് ഒരു പ്രതിവിധി പറഞ്ഞുകൊടുത്തു. ഭീകരമായി ചിരിക്കുന്ന ആ പല്ലുകൾ അല്പം കറുത്ത മഷി കൊണ്ട് ടച്ച് ചെയ്ത് മറച്ചതിന് ശേഷം ഫോട്ടോകൾ പത്രങ്ങൾക്ക് കൊടുത്താൽ പോരായിരുന്നു? വിവേകാനന്ദൻ്റെ മറുപടി അനുസരണയോടെയായിരുന്നു. ഇനി ഇങ്ങനെ അബദ്ധം പറ്റാതെ നോക്കാം സാർ. ഏതായാലും വക്കത്തിന് പിന്നീട് ഒരിക്കലും ആരുടെയും ചിതാഭസ്മം ഒരുക്കുന്ന ചടങ്ങിന് കാർമ്മികത്വം വഹിക്കേണ്ടി വന്നിട്ടില്ല. അപ്പണി വക്കത്തെ ആരും ഏൽപ്പിക്കാതിരുന്നതാണോ എന്നും അറിയില്ല.